മന്ത്രി കെ എം ഷാജി പണ്ട് പറഞ്ഞിട്ടുള്ളത് എല്ലാം കോവിഡ് രാഷ്ട്രീയമാണ്, ഈ ഇത്തരം ഉരുൾപൊട്ടൽ രാഷ്ട്രീയമാണ്, എല്ലാം രാഷ്ട്രീയമാണെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ, ഈ പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയാം. പക്ഷേ അത് സർക്കാരായി കഴിഞ്ഞാൽ ഇങ്ങനെയല്ലല്ലോ പ്രതികരണങ്ങൾ വരേണ്ടത്. ഈ പ്രതികരണങ്ങളിൽ ഈ രാഷ്ട്രീയം ഉണ്ടായെന്നുള്ള പിണറായി വിജയന്റെ ആരോപണം എനിക്കും വാസ്തവമാണെന്ന് തോന്നുന്നു. കാരണം ഈ മന്ത്രിമാരുടെയൊക്കെ പ്രതികരണങ്ങൾ, അത്തരം ഒരു ദുരന്തം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ വന്ന പ്രതികരണങ്ങൾ എല്ലാം പലരും പലതരത്തിലാണ് പ്രതികരിച്ചതെന്ന് മാത്രമല്ല, ഏതാണ്ട് ഒരു പ്രതിപക്ഷ സ്വഭാവത്തിലുള്ള പറച്ചിലുകളായിരുന്നു. നിശ്ചയമായിട്ടും ഈ മനുഷ്യനിർമ്മിത ദുരന്തം എന്നൊരു ദുരന്തം നടന്നതിന് ശേഷം പറയുകയാണെങ്കിൽ എത്രമാത്രം അതങ്ങനെ ആരെങ്കിലും പറയുമോ? അതായത് മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന് പറയാൻ മാത്രമുള്ള പാകത്തിൽ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഒന്ന്, പിന്നെ അത് പറയുക എന്ന് വെച്ചാൽ അതിന് പിന്നിൽ മനുഷ്യരുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. അതായത് 5-6 പേര് ഇപ്പം മരിച്ചു. 6 പേര് മരിക്കുന്ന ഇത്രയും വലിയ സംഭവത്തിനുള്ള മനുഷ്യരാണെന്ന് പറയുമ്പോൾ അത് എത്ര വലിയ, അതും ഈ പദവിയിൽ ഇരിക്കുന്ന ആളുകൾ പറയുമ്പോൾ എത്ര വലിയൊരു ആരോപണമാണ്. ഞങ്ങൾ ഇന്നലെ ആ വാർത്താ ഡെസ്കിലേക്ക് വന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ അങ്ങനെ പറഞ്ഞോ എന്ന സംശയമാണ് അത് തന്നെ വരുന്നത്. അപ്പോൾ അവർ ഇരിക്കുന്ന പദവിയുടെ ഒരു ഗൗരവം മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പം പിന്നെ തുരങ്കപാതക്കെതിരെയും സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാൻ പറഞ്ഞൊരു സംസ്ഥാന സർക്കാർ തുടങ്ങി നടപ്പാക്കിയിരിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഈ കോൺഗ്രസിന്റെ ആളുകൾക്കൊക്കെ വിമർശിക്കാം സൈബർ മേഖലയിലൊക്കെ. പക്ഷേ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെയും മറ്റനുമതികളെല്ലാം നേടിയതിനു ശേഷം പലതരം കമ്പനികളും കേന്ദ്രവുമായിട്ടൊക്കെയുള്ള ബന്ധത്തിലായിട്ടൊരു പദ്ധതി ഓണായി നിൽക്കുന്ന ഒരു കാര്യത്തെ ഇതുപോലൊരു സന്ദർഭത്തിൽ ഉടനടി അത്തരം പ്രതികരണങ്ങളിലേക്ക് പോകാമോ എന്ന സംശയം. ഇത്രക്കൊന്നും രാഷ്ട്രീയ പ്രവർത്തനമൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലാത്ത ആൾക്ക് പോലും നമുക്ക് തോന്നുന്നുണ്ടെന്ന് അല്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇതിപ്പോ ഈ പരിസ്ഥിതിവാദികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് പറയാനുള്ളത് പറയാം, അവർ വിമർശിക്കാം. പക്ഷെ ഇത് സർക്കാരാണല്ലോ, സർക്കാർ അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്ന പാർട്ടി അതുമായിട്ടല്ല ഇറങ്ങേണ്ടത്. മാത്രമല്ല, അന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, അതിനെ എതിർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എപ്പോഴാണ് അതിന് ശേഷം അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചു. കൃത്യമായ പഠനങ്ങളില്ലാതെ നടത്തിയാൽ എതിർക്കും. ഇപ്പോൾ പഠനങ്ങളോടെ ആരംഭിക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നമില്ല എന്ന മട്ടിൽ നടക്കുന്ന ഒരു പദ്ധതിയാണ്. പിന്നെ നമ്മൾ അടൽ ടണലിനെ കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട്, അടൽ ടണൽ വന്നപ്പോൾ അതിനെ രാജ്യത്തിന്റെ വലിയ നേട്ടമായിട്ടാണ് എല്ലാവരും അവതരിപ്പിച്ചത്. അങ്ങനെയാണ് ചർച്ച ചെയ്തത്. ഓരോ വികസന കാര്യങ്ങളിലും ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഇത് മനുഷ്യവിരുദ്ധമായ പരാമർശമാണെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളയും. പക്ഷേ ഒരു വാസ്തവമുണ്ട്. ഏത് സാഹചര്യത്തിലും ഒരൊറ്റയാളുടെയും ജീവൻ നഷ്ടപ്പെടാതെ ഇതൊക്കെ പൂർത്തിയാവണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കേണ്ടത്. അതിനുവേണ്ട എല്ലാ നടപടിയും വേണം സ്വീകരിക്കാൻ. പക്ഷേ ഇനിയിപ്പോൾ ഏത് തരം ഇത് അപകടമാണ് എന്നുള്ളതൊക്കെ ഇനി പഠിച്ചു വരേണ്ട വിഷയമാണ്. പക്ഷേ എന്ത് തന്നെ ആയാലും അടൽ ടണലിൽ 10-42 പേര് ഏറെ അവിടെ അതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ മരിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതലാണ് കണക്കെന്നാണ് പറയുന്നത്. ഇതുപോലെ ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഡാമിന്റെ അവിടെ പോയി കഴിഞ്ഞാൽ ആ ഡാമിന്റെ നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ ജീവൻ വെടിയേണ്ടി വന്ന ആളുകളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കും. ഇതെല്ലാം ഒരു വികസന പദ്ധതിയുടെ ബാക്കിയാണ്. അങ്ങനെ വേണോ വികസനം എന്നുള്ള ചർച്ച സമാന്തരമായി വേറെ നടക്കട്ടെ. പക്ഷേ ഈ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള സംഗതികൾ തന്നെയാണ്. മനുഷ്യൻ ഇപ്പോൾ പ്രകൃതി നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും, നമ്മൾ പൊരുതി മുന്നേറാനും നേടാനും ശ്രമിക്കും, നിലനിൽക്കാനും നമ്മൾ ശ്രമിക്കും. ആ നിലനിൽപ്പിനുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം. അങ്ങനെ തന്നെ വേണം അതിനെ വിശാലമായി കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഇതിന്റെ വിശദമായ പഠനത്തിന് ശേഷം അവർ പറയട്ടെ. കള്ളാടിയിലെ മണ്ണിടിച്ചിൽ ദുരന്തം മുൻകൂട്ടി കാണുന്നതിലും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിലും ജില്ലാ ഭരണകൂടത്തിനും ദുരന്ത നിവാരണ അതോറിറ്റിക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. 2 പകൽ മഴ പെയ്തിട്ടും മഴ മുന്നറിയിപ്പ് കൃത്യമായി നൽകാൻ പോലും ഭരണകൂടത്തിന് സാധിച്ചില്ല എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. ഇപ്പോഴും മണ്ണ് മാറ്റാൻ എന്തുകൊണ്ട് സാധിച്ചില്ലെന്ന് മറുപടി പറയാനും ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടില്ല. നേരത്തെ ജില്ലാ ഭരണകൂടം ആ മണ്ണ് മാറ്റണമെന്ന് പറഞ്ഞതാണ്. പിന്നീട് അത് മാറ്റുന്ന സമീപനം 2 ആഴ്ചയ്ക്കപ്പുറം സമയമുണ്ടായിട്ടും ഉണ്ടായിട്ടില്ല. ദുരന്തം സംഭവിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രി ടി സിദ്ദിഖും പറഞ്ഞ പ്രതികരണങ്ങളിൽ നിന്ന് പിന്നീട് അവർക്ക് യൂട്ടേൺ എടുക്കേണ്ടി വന്നു എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല, പ്രത്യേകിച്ച് ഇത്തരം ഒരു ദുരന്ത സാഹചര്യത്തിൽ. നമുക്ക് തൽക്കാലം കാത്തിരുന്ന് കാണാം എന്താണ് ഇനി സംഭവിക്കുക എന്ന്.